ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോഴും നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഒത്തിരി ആയി ഉണ്ടാക്കിയിട്ട്. അപ്പം ഈ തേങ്ങ, ഇത്ര ഐറ്റംസ് ഇത് കാണുമ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. ഈ തേങ്ങ ഇത് മൊത്തത്തിൽ എനിക്ക് ചൂടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിതിന് ഇത് കുറച്ച് നമ്മൾ പിന്നെ പൂളി എടുത്തിട്ടാണ് ചൂടുന്നത്. പിന്നെ ഇതിന് നമുക്ക് ചെറുള്ളിയാണ് വേണ്ടത്. ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് ഈ സവോള, കുറച്ച് ഉപ്പ്, ഇതിന് കുറച്ച് മുളകൊക്കെ ചേർത്ത് നമ്മൾ ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി. ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻസും വേണ്ട, ഇത്ര ഐറ്റംസ് മാത്രം മതി. അപ്പോൾ അത് കഞ്ഞിക്കാണ് പോകുമ്പോൾ ചോറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്കത് ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് പോയിട്ട് ബാക്കി കാണാം. ഇതുണ്ടോ നമ്മുടെ തേങ്ങ നമ്മൾ പൊളി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കനലിലോട്ട് കൊണ്ടിടുക. മുളകും ചുടണം, ഞാൻ കാണിച്ചു തരാം. ആദ്യം തേങ്ങക്കാണ് വേവുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എല്ലാവർക്കും അറിയാം കേട്ടോ. അയ്യോ, അപ്പം നമുക്ക് ബാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്ലിലല്ല, നമ്മൾ മിക്സിക്കകത്താണ് അരക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചമ്മന്തി കാണിച്ചു തരാം. നമുക്ക് കല്ലിപ്പം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കല്ലി കാണിച്ചു തരാം. നമ്മുടെ കനലില്ലാത്തതിന് ഇപ്പോൾ ഇടാം. എന്നിട്ട് ഇത് തേങ്ങ ആദ്യം വേവണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ചുവന്ന മുളകും കൂടെ ഇടാൻ വേണ്ടി. അത് രണ്ടും കൂടെ നമ്മൾ ചുട്ടെടുത്തിട്ട് വേണം ഇത് നമുക്ക് ഒതുക്കാൻ. അത്രേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഇത് വേവട്ടെ. എന്നിട്ട് മുളകും കൂടെ ചുട്ടിട്ട് നമുക്ക് അരച്ച്, മുളകും തേങ്ങയെല്ലാം കൂടെ ചുട്ട് ഒന്ന് കഴുകി, അല്ലെങ്കിൽ നമുക്ക് ചാരം പിടിച്ചിരിക്കും അല്ലേ, അതൊക്കെ ഒന്ന് കഴുകി നമ്മൾ ഉപ്പും ഉള്ളിയും, ചെറുള്ളിയാണ് ബെസ്റ്റ്, അത്രയും സാധനങ്ങൾ മാത്രം ഇട്ട് നമ്മൾ മിക്സിക്കകത്ത് അരച്ച് എടുത്ത ചമ്മന്തി. അതുകൊണ്ട് ഞാൻ ഉണ്ട പിടിച്ച് വെച്ചു. ഇതിൽ നമ്മൾ ചുട്ട കൊണ്ടാണ് ആ കളറില്ലാതിരിക്കുന്നത് കേട്ടോ. ആ ചുട്ടതിൻ്റെ അതില്ലേ, ആ കരി പിടിച്ച പോലെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്. പക്ഷേ നമ്മൾ നോർമൽ തേങ്ങ നമ്മൾ ചമ്മന്തി ഒതുക്കുന്നതും ഇതുപോലൊന്ന് ഒതുക്കി നമ്മൾ ചോറും ചോറ് കഞ്ഞിയോ ഏതാണോ കുഴപ്പമില്ല, കഞ്ഞിയാണ് ഏറ്റവും പോകുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് കഴിക്കുന്നതും. പിന്നെ നമ്മുടെ പണ്ട് മുതലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ന്യൂജൻ ആൾക്കാർക്കൊന്നും അറിയില്ല ഇതുപോലുള്ളൊരു ചമ്മന്തി. അപ്പം നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്ന കൊതിയില്ല. നമ്മുടെ കഞ്ഞി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പോയിട്ട് കഞ്ഞി കുടിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടുവരെ ബൈ.